എത്ര മരത്തുമ്മൽ പോയി നോക്കിയെന്ന് പറയാം കളിക്കൊന്ന പൂ കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ വിഷു മേടമാസത്തിലാണ് കളിക്കൊന്ന പൂവ് ഉണ്ടാവുക. ഇപ്പം എന്താണ് ജനുവരിയിൽ ഡിസംബറിലൊക്കെ കളിക്കൊന്ന പൂവ്. എന്തുകൊണ്ടാണ് മനുഷ്യരും തലതിരിഞ്ഞ മനുഷ്യരും പ്രകൃതിയിലെ മാറ്റങ്ങളും എല്ലാം കൂടിയിട്ട് നേരെ നിലനിന്നില്ല. എപ്പോഴാ ഒരു പൂക്കള് എപ്പോഴാ നശിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇപ്പം കളിക്കുന്ന പൂക്കള് നമുക്ക് വിഷുവിന് വയ്ക്കാൻ കിട്ടാറില്ല, ഒക്കെ കൊഴിഞ്ഞുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് പൂവായി എവിടെ നോക്കി കഴിഞ്ഞാലും കളിക്കൊന്നയ്ക്ക് പകരം നമ്മുടെ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പൂവല്ലേ. ഭഗവാൻ എന്താ ആലോചിക്കുന്നുണ്ടാവും ഈ കലികാലത്തിൽ ഇതൊക്കെ നടക്കുന്നുള്ളത്. ഓരോ സമയത്ത് എപ്പോഴാ പൂക്കള് എപ്പോഴാ നശിക്കുന്നറിയില്ല. വിഷു ആകുമ്പോഴേക്കും എല്ലാ കളിക്കുന്നവരെ പൂ പോയില്ലോ. ഇപ്പൊ ജനുവരിയിലും കളിക്കുന്ന പൂത്തുണ്ടാവും, മെയ്യിലും കളിക്കുന്ന പൂത്തുണ്ടാവും, ആഗസ്റ്റിലും കളിക്കുന്ന പൂത്തുണ്ടാവും. അപ്പൊ കാലങ്ങൾ മനുഷ്യർ മാറുന്നതിനനുസരിച്ച് കാലവും നാടും വീടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല.